welcome back to my YouTube channel. Here is I'm Kailas and now we're watching Go with Kylo. Guys, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഗൈസ്. ഒരു 2 വർഷത്തെ ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഗൈസ്, വലുതായിട്ടൊന്നുമില്ല. അപ്പം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ വെളുത്തിട്ട് പാറാമെന്നോ എങ്ങനെ ലൈക്ക് ഭയങ്കര വെളുത്ത് തുടുക്കാമെന്നോ ഒന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിൻ കളർ പോയതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ എങ്ങനെ സംരക്ഷിക്കാം എന്ന് മാത്രമാണ് ഗൈസ്. ആക്ച്വലി നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഞാൻ അല്ലെന്ന് എനിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ഞാൻ എല്ലാവരും ചോദിക്കും, എൻ്റെ ഈ പഴയ ഫോട്ടോ ആണോ എല്ലാവരും ചോദിക്കുക, ഇതിൽ ക്രീമൊക്കെ ഇട്ടിട്ടാണോ കളർ വന്നത്, കുറേ പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, പിമ്പിൾസ് എല്ലാം പോയി, ഇവിടെ മൊത്തം പിമ്പിൾസ്, ഇപ്പോൾ 1-2 മാർക്ക് മാത്രമേ ഉള്ളൂ, വേറെ എല്ലാം പോയത് എങ്ങനെയാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. സംഭവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഞാൻ കുഞ്ഞിലെ ജനിച്ച് കുറച്ച് വളരെ ഭയങ്കര നോയ്സാണ് ഫുൾ. ഓക്കെ, ക്ഷമിക്കണം, കുറച്ച് ഭയങ്കര നോയ്സാണ് വെളിയിൽ. ഞാൻ ജനിച്ച് കുറച്ച് വലുതാകും വരെ എനിക്ക് നല്ല കളർ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് ബസ്സിൽ കയറി സ്കൂളിലോട്ട് പോകും, അവിടെ നിന്ന് തിരിച്ചിറക്കി ഇവിടെ കൊണ്ടുവരും, പിന്നെ ജസ്റ്റ് കളിക്കാൻ പോകും. അങ്ങനെ അല്ലാണ്ട് ഞാൻ വെയിൽ കൊള്ളണ ഒരു സംഭവം ഇല്ല, വേറെ സ്കിന്നിൽ പൊടിയടിക്കാനോ ഒന്നുമില്ല. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മളെന്താ സ്വാഭാവികമായിട്ട് ബസ്സിൽ നിന്ന് KSRTC ബസ്സിൽ പോകും, വെളിയിൽ പോകും, കളിക്കാൻ പോകും. അങ്ങനെയൊക്കെ ആയപ്പോൾ ധാരാളം വെയിൽ കൊള്ളാൻ തുടങ്ങി, അങ്ങനെ ലൈക്ക് ടാൻ അടിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ സ്കിൻ കെയർ ലൈക്ക് നമ്മളൊരു ഓർത്തഡോക്സ് സൊസൈറ്റി വളരുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും സ്കിൻ കെയർ ചെയ്യുന്നതെല്ലാം ഭയങ്കര ഇങ്ങനെ ബോയ്സ് അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല, അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വളർന്നതുകൊണ്ട് ഞാൻ സ്കിൻ കെയർ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യില്ല. ഈ ചില ബോയ്സ് പണ്ടേ ഈ സൺസ്ക്രീനൊക്കെ ഇടുന്നത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര അരോചകമായിട്ടൊക്കെ നോക്കും. അങ്ങനെ അവസാനം ഈ കോളേജിൽ പോയതിനു ശേഷമാണ് എനിക്ക് ബോധോദയം ഉണ്ടായത്, എങ്ങനെ ലൈക്ക് നമുക്ക് സംരക്ഷിക്കാം എന്നൊരു സംഭവമൊക്കെ ഉണ്ടായത്. ആ സമയത്താണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ അപ്പോഴത്തെ ടോണിൽ നിന്ന് ഇപ്പോഴത്തെ എത്തിച്ചിട്ട് ഫസ്റ്റ് ഞാൻ കാര്യം പറയുന്നത് കുടയാണ് ഗൈസ്. നിങ്ങൾ വെയിലത്ത് ഇറങ്ങുമ്പം ഞാൻ പണ്ട് കുട പിടിക്കത്തില്ല, മഴയത്ത് മാത്രമേ കുട പിടിക്കത്തുള്ളൂ. അത് റയറായിട്ട് സ്കൂളിൽ നിന്ന് ഭയങ്കര ബുക്കെന്തെങ്കിലും നനയണമെങ്കിൽ മാത്രം കുട പിടിക്കും. കാരണം നമ്മുടെ നാട്ടിൽ കുട പിടിക്കുന്നതെല്ലാം പെൺകുട്ടികളാണ്, ബോയ്സ് കുട പിടിക്കാൻ പാടില്ല എന്നൊരു കാര്യം നമ്മുടെ സൊസൈറ്റി തന്നെ നമ്മുടെ ഇതിലേക്ക് ഉണ്ട് ഗൈസ്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ സൗന്ദര്യം നോക്കിയാൽ നിങ്ങൾക്ക് മാത്രം കൊള്ളാം. ഈ പറയുന്ന നാട്ടുകാരും നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങളെ സംരക്ഷിക്കാനും വരത്തില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഏറ്റവും കൂടുതൽ വേണ്ടത് കുട പിടിക്കണം എന്നതാണ്. അപ്പം കുട പിടിക്കാൻ വേറെ ആരും വരത്തില്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട പിടിക്കണം. അപ്പം ആ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി നിങ്ങൾ പരമാവധി നിങ്ങളെ മാറ്റിയെടുക്കാം, ടാൻ അടിക്കുന്നത്. രണ്ടാമത്തത് കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. പ്രോഡക്റ്റ്സ് എന്ന് വേറെ ഒന്നുമല്ല, മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇത് വെയിലത്തിറങ്ങുമ്പോൾ ഇട്ടേക്കണം. മോയ്സ്ചറൈസർ മസ്റ്റ്. നിങ്ങളൊരു സൺസ്ക്രീൻ SPF 50++++++, 5+ ഉള്ള സൺസ്ക്രീനൊക്കെ ഇപ്പം അതിനും ഉള്ളതുണ്ട്. മിനിമം 15+ എങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം. സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭയങ്കര ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഈ ലൈക്ക് ഏത് പ്രോഡക്റ്റ്സ് ആയാലും അതെന്താ പഴയതുപോലെ ആവാൻ ഇച്ചിരി സമയം എടുക്കും. നിങ്ങൾ ഇച്ചിരി ടൈം കൊടുത്ത് നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതല്ല ഇപ്പം എല്ലാം മാറുമെന്ന് പറഞ്ഞ് ഈ ചില ഹാംഫുൾ ആയിട്ട് സൈഡ് എഫക്റ്റ് ഉള്ള ക്രീം ഒന്നും വരുത്തേക്കുക. നിങ്ങൾ ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ മുഖത്തിന് ഒട്ടും നമ്മുടെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് ഫേസിലെ സ്കിന്ന്. ആ സ്കിന്നിനും ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ക്രീംസിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. എന്താ ലെഡ്, മെർക്കുറി, ടിൻ എല്ലാം ഉള്ള ക്രീംസ് ഉണ്ട്. അതൊന്നും നിങ്ങൾ നോക്കാതെ മെർക്കുറിയൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം മെർക്കുറി, ലെഡൊക്കെ എത്രത്തോളം ഹാമായിട്ടുള്ള കാര്യമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അവർ ഇൻഗ്രീഡിയൻസിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഹാമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെന്ന്. അത് നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കര ദോഷമുള്ള ഉണ്ടാക്കുന്നതല്ലാതെ വേറെ ഒരു ഉപയോഗം. കാണുമ്പോൾ പെട്ടെന്ന് വെളുത്ത, പക്ഷെ കാണുമ്പോൾ തന്നെ അറിയാം ക്രീം ഇട്ടതാണെന്ന്. പക്ഷെ നിങ്ങൾ പതുക്കെ റിസൾട്ട് വരുമെങ്കിൽ പ്രോഗ്രസ് ഈസ് പ്രോഗ്രസ് ആണ് ബിഗ് അല്ലേ. അപ്പം നിങ്ങൾ പ്രോഗ്രസ് ഉള്ള കാര്യം ചെയ്യുക. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, സിറം ഇതെല്ലാം യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ഡെയിലി റൊട്ടീൻ പറയാം. ഞാനൊരു 2 വർഷം മുന്നേ ചെയ്തു തുടങ്ങിയത് രാവിലെ ഐസ് റോൾ ചെയ്യുന്നത്. ഐസ് റോൾ ചെയ്യുന്നത്
ചിലർ ഹാംഫുൾ ആണെന്ന് പറയും. പക്ഷെ എന്നാലും ഞാൻ ഐസ് റോൾ ചെയ്യും. ഐസ് റോള് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇപ്പം കൂടുതൽ ഐസ് റോൾ അല്ല ചെയ്യുന്നത്. അതിന് പകരം ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, അതിൻ്റെ ചാറ്, അലോവേറ ജെല്ല്, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് ഐസിൻ്റെ ട്രൈക്കകത്ത് വെച്ചാണ് രാവിലെ സ്ക്രബ് ചെയ്യുന്നത്. പിന്നെ രാവിലെ വിറ്റാമിൻ സിയുടെ ഒരു സിറം, രാത്രി നിയാസിനമൈഡ്, സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കണം. പിന്നെ അതല്ലാണ്ട് നമ്മൾ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ടാൻ മാറ്റണമെന്നുണ്ടെങ്കിൽ പ്രോഡക്ട്സ് ഒന്നും വാങ്ങാൻ പൈസ ഇല്ല. വളരെ തുച്ഛമായ പൈസയ്ക്ക് നമ്മൾ ചില പ്രോഡക്ട്സിൻ്റെ വളരെ തുച്ഛമായ പൈസ കിട്ടും. ഭയങ്കര വില. ഞാൻ അതൊക്കെ തന്നെ വാങ്ങുന്നത്. അപ്പം അതും വാങ്ങാൻ നിങ്ങളിൽ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നാച്ചുറൽ ആയിട്ടൊരു സംഭവം പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 റെമഡീസ്, ഒന്ന് പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, ഒന്ന് തൈര് കേർഡ്, പിന്നെ അരിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത് 4 എന്നെ ഈ കണ്ട ഈ വൃത്തിയുടെ ഫോട്ടോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ. വൃത്തിയുടെ ഞാൻ പറയുന്നില്ല, പണ്ടത്തെ അപ്പോഴത്തെ ഞാൻ ഷാറുഖ് ഖാനായിരുന്നു. കോളേജ് സ്കൂളിലൊക്കെ പോയിട്ട് ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യമുണ്ട് കാര്യം, നമ്മുടെ മുടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഭംഗിയാവും. എൻ്റെ സ്കൂളിൽ മുടിയൊന്നും വളർത്തിക്കൂടാത്തതുകൊണ്ട് അപ്പോൾ ഒരു ചപ്ര ലുക്കിലാണ് നടന്നത്. അപ്പം ഇങ്ങനെ ആക്കിയതിൽ ഏറ്റവും ആദ്യത്തെ ആ സമയത്തൊന്നും എനിക്ക് ഈ പ്രോഡക്റ്റ്സ് വാങ്ങണമെന്നോ പ്രോഡക്ട്സിനെ കുറിച്ച് അറിയുന്നോ, വീട്ടിൽ നിന്ന് എനിക്ക് മുഖത്തിട്ട് അതിനെക്കുറിച്ച് ക്രീം വാങ്ങാൻ അല്ലെങ്കിൽ സിറം വാങ്ങാൻ, ഫേസ് വാഷ് വാങ്ങാൻ അങ്ങനെ ചോദിച്ച പൈസ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ തോന്നത്തില്ല, അങ്ങനെ ചോദിക്കത്തില്ല. അപ്പോൾ നല്ല അടിയൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇതുപോലത്തെ ഈ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചാണ് നമ്മൾ എത്രയും കാലം നമ്മൾ മുഖത്തൊക്കെ തേച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇതിൽ തന്നെയാണ്. ഈ അരിപ്പൊടി, തൈര്, പൊട്ടാറ്റോ ഇതെല്ലാം കൂടി അരച്ച് തേക്കും. പക്ഷേ ഗായ്സ് ഈ പൊട്ടാറ്റോയിൽ സ്റ്റാർച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഗായ്സ് ട്രസ്റ്റ് മീ ഗായ്സ് ഭയങ്കര റിസൾട്ടാണ്. നിങ്ങൾക്ക് പിമ്പിൾ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറും. പിന്നെ അതുപോലെ തന്നെ ഈ ബ്രൗൺ ലിപ്സ്, ഈ ടാനൊക്കെ അടിച്ചാൽ എൻ്റെ ലിപ്സ് ഉണ്ടോ ഭയങ്കര ബ്രൗൺ ആയിട്ടിരുന്നത്, ഭയങ്കര ബ്രൗൺ ആയിരുന്നു. അതായത് ഞാൻ ഈ കോക്കനട്ട് ഓയിൽ, പഞ്ചസാര, ശബ്ദം ഗൈസ് അവിടെ തുണി നനയ്ക്കുന്നത്. അപ്പോൾ പഞ്ചസാര, കോഫി പൗഡറെല്ലാം ഇട്ട് ആഴ്ചയിൽ ഒരിക്കൽ 2 പ്രാവശ്യം സ്ക്രബ് ചെയ്ത് വാസലീനൊക്കെ ഇട്ടാണ് ഗൈസ്. ലിപ്പിൻ്റെ കളർ നിങ്ങൾക്ക് ജനിക്കുമ്പോഴൊരു സ്കിൻ കളർ ഉണ്ട്. അത് നിങ്ങൾ വലുതാവും തോറും നിങ്ങൾ കുറയുന്നെന്ന് വിചാരിക്കരുത്. ഇതുപോലെ ടാനൊക്കെ അടിച്ച് കൊടുക്കണം. പക്ഷെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇപ്പം മേക്കപ്പ് ഇട്ടിക്കണമെന്ന് ആരും വിചാരിക്കരുത്. ഞാനൊരു മേക്കപ്പ് ഇട്ടിട്ടല്ലോ ഉണ്ടോ, ആരും തെറ്റിദ്ധരിക്കല് ഗൈസ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പ്രധാന കാര്യം. ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ, പിന്നെ നമ്മുടെ ഡയറ്റ്, നമ്മളെ എക്സസൈസ്, ഇതെല്ലാം നമ്മുടെ ട്രാൻസ്ഫോർമേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പം അത് നമ്മൾ വിചാരിക്കും നമ്മുടെ ബോഡി മാത്രം. എനിക്ക് പണ്ടത്തേതിനും ബോഡി ഒന്നും വലുതായിട്ട് ചേഞ്ച് ആയിട്ടില്ല. കാരണം ഞാൻ കുറച്ച് ദിവസം ജിമ്മിൽ പോകും, കുറച്ച് ദിവസം പോകില്ല, കുറച്ച് ദിവസം പോകില്ല. അതുകൊണ്ട് എൻ്റെ ചെസ്റ്റൊക്കെ പോയി. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ എക്സസൈസ് കാരണം നമ്മുടെ മുഖത്തിൻ്റെ ഫേസ് ഷേപ്പ് മാറും. അത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. ഫേസ് ഷേപ്പ് മാറും. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ജിമ്മിൽ പോയതിന് ശേഷം ഞാൻ കുറച്ച് വൈറ്റനിങ് ആയി. എന്താ സ്കിന്ന് ഭയങ്കര ക്ലിയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റീസൺ ഒന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി എങ്ങനെ തോന്നി, ജിമ്മിലെന്ന് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫേഷ്യൽ സ്ട്രക്ചറൊക്കെ മാറും. പിന്നെ അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് മ്യൂവിങ്, ജോ ലൈൻ എക്സസൈസൊക്കെ. നിങ്ങൾക്ക് എക്സസൈസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ജോ ലൈനൊക്കെ പോയി. ഓക്കെ, അപ്പം മ്യൂയിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫേഷ്യൽ എക്സസൈസ്, ജോ ലൈൻ എക്സസൈസൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഫേസ് സ്ട്രക്ചർ മാറ്റാൻ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഗൈസ്. അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒരു ക്രീമിൻ്റെ, ഒരു സർജറിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് മാറാതെ കിടക്കുന്ന ഈ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ ലേസറൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഹോൾസൊക്കെ സെറംസിലൊക്കെ അടയുന്ന അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഏതിനായാലും ഒരു പരിധിയുണ്ട്. എനിക്കിപ്പോൾ പിമ്പിൾ വന്നത് കുറച്ച് ഹോൾസൊക്കെ ഉണ്ട്. ആ പോർസ് ഒന്നും ഇതുവരെ അടഞ്ഞിട്ടില്ല. അടഞ്ഞിട്ടെന്നല്ല, ഓൾമോസ്റ്റ് അടഞ്ഞിട്ടുണ്ട്. പിന്നെ അടയാത്ത ചിലതുണ്ട്. അപ്പം അതിനൊക്കെ മേ ബി ഫ്യൂച്ചറിൽ എനിക്ക് പൈസ വേണ്ടി ലേസർ ചെയ്യുമായിരിക്കും. അല്ലാണ്ട് നിങ്ങൾ ഇപ്പം ചാടിക്കേറി ഒരു എക്സ്പീരിയൻസ് ചെയ്യും മുമ്പ് നിങ്ങൾ ചെയ്യുന്നതിലൊന്നും ഒരു കാര്യമില്ല ഗൈസ്. അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ വെയിലത്തിറങ്ങുമ്പോൾ കുട മസ്റ്റ് യൂസ് ചെയ്യാം. സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, സിറം, ഒരു നല്ല ഫേസ് വാഷ്, ഏതെങ്കിലും നല്ല ബ്രാൻഡ് നല്ല ഫേസ് വാഷ്, പിന്നെ വിറ്റാമിൻ സി സിറം, സാലിക്സ്
അതിൻ്റെ ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ സെറോ പിന്നെ നൈസമേഡിൻ്റെ ഇതെല്ലാം ഉപയോഗിച്ച് പേരൊക്കെ തെറ്റിപ്പോണം. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു നല്ല പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നാച്ചുറൽ സംഭവങ്ങൾ ഞാൻ ഇതിനും കൂടെ ഇതൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ രാത്രിയൊക്കെ വളരെ കുറവാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഈ നാച്ചുറൽ സംഭവങ്ങൾ ഞാൻ കൈ കിട്ടുന്ന എല്ലാ മരുന്നുകൾ പിന്നെ നമ്മുടെ ടാനൊക്കെ റിമൂവ് നമ്മൾ മറ്റേ നാച്ചുറൽ ഗ്ലോ വരാൻ ഈ തൈരും കസ്തൂരി മഞ്ഞൾ നമ്മൾ വീട്ടിൽ കടയിൽ നിന്ന് പൊടിച്ചു വാങ്ങി കസ്തൂരി മഞ്ഞൾ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അരച്ചെടുക്കണം, ഭയങ്കര ബെസ്റ്റായിരിക്കും. പിന്നെ ഞാൻ പാക്കറ്റാണ് വാങ്ങുന്നത്, കസ്തൂരി മഞ്ഞളുള്ള പാക്കറ്റ് വാങ്ങിച്ച് തേക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ തേനെന്ന് വെച്ചാൽ ഭയങ്കര നല്ല സംഭവമാണ് ഗൈസ്. തേൻ ശുദ്ധമായ തേന്, കാട്ടുതേനൊക്കെ കിട്ടുമെങ്കിൽ പക്ഷെ ഒടുക്കത്ത വിലയാണ്. അതൊക്കെ കിട്ടുമെങ്കിൽ നല്ലതാണ്. തേന് ചുണ്ടിലിടുന്നതായാലും ഇവിടെ പാടൊക്കെ മാറാനിടുന്നത് നല്ലത്. ഈ മഞ്ഞളും തേനൊക്കെ ഇട്ടാൽ തടി വീശിയൊന്നും വരുമില്ലെന്ന് പറയുന്നു. പക്ഷെ അത് വരുമെന്ന് ആർഗ്യൂ ചെയ്യാനും എനിക്ക് പറ്റത്തില്ല. കാരണം എനിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വരുമെന്ന് ആർഗ്യൂ ചെയ്യുന്നു. പക്ഷെ ഉണ്ട്, എനിക്ക് ഫുൾ വരാത്തതുകൊണ്ട് ഈ പാച്ചസ് വരുന്നുണ്ട്. ഞാൻ ഷേവ് ചെയ്യും. നിങ്ങൾക്കും ഇത് ഇവിടെ നോക്കിയാൽ അറിയാം ഞാൻ ഷേവ് ചെയ്യുന്നത് കണ്ടോ. ഇവിടെ നോക്കിയാൽ ഞാൻ ഷേവ് ചെയ്യും. നിങ്ങൾക്ക് ഉണ്ടായില്ല, എനിക്ക് ഉണ്ടായില്ല എന്നറിയാം. എനിക്ക് ഉണ്ട്, പക്ഷേ നമ്മൾ ഈ വളർന്ന് മൊത്തത്തിൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല. വളർന്ന് വരുമ്പോഴേക്ക് ഈ പാച്ചസ് വരുമ്പോൾ എനിക്ക് വൃത്തിയിടുന്നതിന് ഞാൻ ലൈക്ക് ഷേവ് ചെയ്ത് കളയും. കാരണം എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതിന് എനിക്ക് ഈ ലുക്കാണ് ബെറ്റർ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് തോന്നും ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ എന്തൊരു വലിയ സംഭവം, ഞാൻ എന്ത് വലുതായിട്ട് ഇതായി എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഈ സംഭവം സിമ്പിളാണ്. പക്ഷെ സിമ്പിളെന്നാണ് നിങ്ങൾ തള്ളിക്കളയല് ഗൈസ്. ഇപ്പം ആർക്കായാലും ഇങ്ങനെയുള്ള നിൽക്കുന്ന ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഓരോ ഇപ്പം വീഡിയോ ഏകദേശം ഒരു 10-12 മിനിറ്റ് ആണ്. ഇതിലുള്ള ഓരോ സംഭവങ്ങളും എഫക്റ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ സ്കിൻ കെയർ വീഡിയോസ് ഈ റീസെൻ്റായിട്ട് കുറച്ച് ഇടാൻ തുടങ്ങി. അത് ഉപയോഗിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര റിസൾട്ടുള്ള കാര്യങ്ങൾ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ ഇടുള്ളൂ. അതായത് എനിക്ക് ചുമ്മാ വാരി പറക്കിയിട്ടിട്ട് ട്രോളാൻ താല്പര്യമില്ല. അപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ പറയും ഭയങ്കര വർക്കിംഗ് ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വർക്കിംഗ് ആണെന്നോ ഇല്ലെന്നോ ലൈക്ക് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര 100% വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗൈസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ പ്രധാനമായിട്ട് പറയാനെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പം ഇനി അടുത്തൊരു സൂപ്പർ ബ്യൂട്ടി ടിപ്പോ സ്കിൻ കെയർ വീഡിയോസ് ആയാലും വ്ളോഗായാലും എന്തായാലും ഞാൻ ഉടനെ പെട്ടെന്ന് വരുന്നതല്ലേ ഗൈസ്. അപ്പം ഇതെൻ്റെ ഈ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.